രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല കാഴ്ചകൾ കാണാനും പോസിറ്റീവായ വാർത്തകൾ കേൾക്കാനും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ പുലർച്ചെ വീട്ടുമുറ്റത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടാലോ പിന്നെ അവിടെ ജീവിക്കാൻ തന്നെ പേടി തോന്നുമല്ലേ? ഉള്ളിൽ വല്ലാത്ത ആശങ്കയായിരിക്കും. പാലക്കാട് വാടാനംകുറിശ്ശിയിലെ ജയ എന്ന വീട്ടമ്മയ്ക്ക് ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. രാവിലെ ജയയുടെ വീട്ടുമുറ്റത്ത് ഒരു പുരുഷൻ്റെ ശരീരം പാതി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നു. ആരാണ് മരിച്ചതെന്നോ എങ്ങനെയാണ് സംഭവം നടന്നതെന്നോ ഇപ്പോഴും വ്യക്തമല്ല. പൂർണ്ണമായും കത്താത്ത നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആരുടേതാണ് എന്ന് വ്യക്തമല്ല. എന്തുകൊണ്ടാണ് തീ കൊളുത്തി മരിക്കാൻ ഈ വീട് തന്നെ തെരഞ്ഞെടുത്തത് എന്നതിലും ഉത്തരം കിട്ടിയിട്ടില്ല. പൊഴിയൂരിലെ ജയയുടെ വീടിന്റെ സമീപത്തെ തെങ്ങിന്റെ ചുവട്ടിലാണ് മൃതദേഹം കണ്ടത്. അർദ്ധരാത്രിയാണ് ഇയാൾ തീ കൊളുത്തിയതെന്നാണ് കരുതുന്നത്. അതുകൊണ്ടായിരിക്കണം ആരും അറിയാതിരുന്നത്. പുലർച്ചെ ഇവിടെ നല്ല മഴ പെയ്തിരുന്നു. അതുകൊണ്ട് മുഴുവനും കത്തിത്തീർന്നില്ല. ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. ഈ വീട്ടിൽ ജയ ഒറ്റയ്ക്കായിരുന്നു താമസം. ഭർത്താവ് നേരത്തെ മരിച്ചു. 2 മക്കളിൽ ഒരാൾ വിദേശത്തെ ജോലിസ്ഥലത്താണ്. കഴിഞ്ഞ ദിവസം അവധിക്കെത്തിയ ഒരു മകൻ ഭാര്യ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. മൃതദേഹത്തിന് സമീപം മരുന്നും പേഴ്സും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അടിസ്ഥാനമാക്കി ആളെ തിരിച്ചറിയാമെന്ന് കരുതിയെങ്കിലും ഫലവത്തായില്ല. സമീപ പ്രദേശങ്ങളിൽ നിന്ന് കാണാതായ ആളുകളുടെ കണക്കെടുത്തിട്ടുണ്ട്. പാലക്കാട് നിന്ന് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് 18 പട്ടാമ്പി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.